നിങ്ങൾക്കറിയാം ഹിസ്റ്ററി സോഷ്യൽ സയൻസ് എന്നൊരു സബ്ജക്റ്റിൻ്റെ അനേകം ബ്രാഞ്ചുകളിൽ ഒന്ന് മാത്രമാണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയെ കൂടാതെ അതിൽ ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ്, ലോ, ആർക്കിയോളജി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ. നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയധികം ബ്രാഞ്ചുകളുള്ള മറ്റൊരു പഠനശാല ഇല്ലെന്നത്. ഹിസ്റ്ററി മീൻസ് റെക്കോർഡഡ് ഇവന്റ്സ് ഓഫ് ദി പാസ്റ്റ്, അതായത് പഴയകാല ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മനുഷ്യൻ എന്നാണോ അവന്റെ ചരിത്രം രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയത്, ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഹിസ്റ്ററിയുടെ പാസ്റ്റ് നോക്കുകയാണ്. മനുഷ്യൻ എന്നാണോ എഴുത്തുവിദ്യ കരസ്ഥമാക്കിയത്, അതിനുശേഷമുള്ള കാലഘട്ടത്തിലാണ് അവന്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം. അതിനു മുമ്പ് വരെ രേഖപ്പെടുത്തുന്ന ഒരു തരം സിസ്റ്റം അവിടെ ഇല്ല. ഈ ഒരു എഴുത്തുവിദ്യയുടെ ആവിർഭാവത്തോട് അനുബന്ധിച്ച് നമ്മുടെ ഹിസ്റ്ററിയെ 2 കാറ്റഗറിയായി തരംതിരിക്കും. പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ്, ഹിസ്റ്റോറിക്കൽ. പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് മനുഷ്യൻ എഴുത്തുവിദ്യ കരസ്ഥമാക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക്കൽ. മനുഷ്യൻ എഴുത്തുവിദ്യ കരസ്ഥമാക്കിയതിന് ശേഷമുള്ള കാലഘട്ടമാണ് ഹിസ്റ്റോറിക്കൽ. പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിൽ നമുക്ക് വീണ്ടും ഡിവിഷൻസ് കാണാൻ സാധിക്കും. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. നമ്മളിതിനെ പൊതുവെ സ്റ്റോൺ ഏജ് എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹിസ്റ്റോറിക്കൽ പീരീഡിലേക്ക്. അതിനുശേഷം എഴുത്തുവിദ്യ എന്നൊരു മഹത്തായ വിദ്യ മനുഷ്യൻ കണ്ടുപിടിക്കുകയും എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളെല്ലാം അവൻ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടമാണ് ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് ഡിവിഷൻസ് കാണാൻ സാധിക്കും. ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്ന വീണ്ടും 3 ഡിവിഷൻസ്. അതില് മോഡേൺ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നത്. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് മിഡീവൽ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടുള്ളത് മൊണാർക്കിയാണ്. മൊണാർക്കി മീൻസ് രാജഭരണം. രാജാവ് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് മൊണാർക്കി. ഈ ഒരു സിസ്റ്റമായിരുന്നു ലോകത്തെ പല രാജ്യങ്ങളിലും, പ്രധാനമായിട്ടും യൂറോപ്പില് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്നാണോ ലോകം മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് മാറുകയാണ്. മോഡേൺ ഹിസ്റ്ററിയുടെ ഏറ്റവും സവിശേഷത ഈ ഒരു ചേഞ്ച്. പല രാജ്യങ്ങളും മൊണാർക്കി എന്നൊരു സംവിധാനത്തിൽ നിന്നും ഡെമോക്രസിയിലേക്ക്, അതായത് രാജവാഴ്ചയിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിലേക്ക്. നമ്മുടെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതാണ്, റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിലുള്ള ദേശീയതയുടെ ആവിർഭാവമാണ് ഫസ്റ്റ് ചാപ്റ്റർ. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ മൊണാർക്കി ആയിരുന്നു അക്കാലത്തുണ്ട്. ആദ്യമായിട്ട് ഏത് രാജ്യത്താണ് മൊണാർക്കി മാറി ഡെമോക്രസി വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒറ്റുത്തരവുണ്ട്, ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനിലാണ് ആദ്യമായിട്ട് ഡെമോക്രസി എന്ന സിസ്റ്റം യൂറോപ്പിൽ വരുന്നത്.
1789 ഫ്രഞ്ച് റവല്യൂഷൻ. നമുക്കറിയാം മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് ചേഞ്ച്, അതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും വലിയ. നമ്മൾ ഫ്രാൻസിന്റെ സമൂഹത്തിലെ ഒരു സ്ഥിതി നോക്കുകയാണ്. ഫ്രാൻസിലെ സമൂഹത്തെ വ്യത്യസ്തമായ 3 ഡിവിഷൻസ് ആയി വിഭാഗിച്ചു. അവയെ എസ്റ്റേറ്റ്സ് എന്നാണ് വിളിച്ചത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് ക്ലർജിയാണ്, അതായത് പുരോഹിത ഗണമാണ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത്, പുരോഹിതന്മാരും മതപ്രമുഖന്മാരും. രണ്ടാമത്തേത് വരുന്നത് ക്ലർജി, രാജാക്കന്മാരും പ്രമുഖന്മാരും മറ്റ് മിലിറ്ററിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ക്ലർജി. മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് കോമൺ മാൻസ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അതായത് പ്രമുഖന്മാര്, രാജാക്കന്മാര്, പുരോഹിതന്മാര് ഇവയെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ജനങ്ങളെല്ലാം വന്നത് ഈ തേർഡ് എസ്റ്റേറ്റിലാണ്. പൊതുവെ പോപ്പുലേഷൻ കൂടുതലുള്ളത് തേർഡ് എസ്റ്റേറ്റിലാണ് പോകുന്നത്. അസംബ്ലിയില് അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഭരണകാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. ഇവിടെ ഫ്രഞ്ച് റവല്യൂഷനിൽ മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് മാറി. ആദ്യം സംഭവിച്ചത് അധികാരം എന്ന് പറയുന്നത് രാജാവിന്റെ കയ്യിൽ നിന്നും സാധാരണക്കാരുടെ കയ്യിലേക്ക് മാറി എന്നുള്ളത്. മൊണാർക്കിയിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് അധികാരം, ജനാധിപത്യത്തെ അറിയാം ജനങ്ങളുടെ ആധിപത്യമാണ്. ഡെമോക്രസി is a rule for the people, by the people, of the people എന്ന് പറയാം. അങ്ങനെ അധികാരം രാജാവിൽ നിന്ന് കോമൺ മാനിലേക്ക് വന്നതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഫസ്റ്റ് ചേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്ലർജി, നോബിൾസ്, കോമൺ മാൻ, അങ്ങനെ 3 സമൂഹം. ആ 3 സമൂഹത്തിലെ ആളുകൾക്കും വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ ആനുകൂല്യങ്ങളും വ്യത്യസ്തമായ ടാക്സ് സമ്പ്രദായവും ഒക്കെ. അതൊക്കെ അവിടെ ഒഴിവായി. പകരം ഒരു സിറ്റിസൺഷിപ്പ് അവിടെ, അതായത് രാജ്യത്തെ പൗരന്മാർ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും സിറ്റിസൺസ്. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ രണ്ടാമത്തെ ചേഞ്ച്, സിറ്റിസൺഷിപ്പ്. മൂന്നാമത് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഫ്ലാഗിലാണ്. അത്രയും കാലം വരെ രാജാക്കന്മാരുടെ രാജകീയ മുദ്ര പതിപ്പിച്ച കൊടിയായിരുന്നു ഫ്രാൻസിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അത് ഇന്ന് കാണുന്ന പോലുള്ള ട്രൈ കളർ ഫ്ലാഗ് ആയിട്ട് മാറി. നാലാമത്തെ ചേഞ്ച് ആണ് അബോളിഷ്ഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻ ഫ്രാൻസ്. ഫ്രാൻസില് ഇന്റേണലായി ഉണ്ടായിരുന്ന കസ്റ്റംസ് തീരുവ അവിടെ ഉപയോഗിച്ചു. ഇന്റേണൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്താലുള്ള കുഴപ്പം. ഇപ്പൊ നമ്മുടെ കേരളം നോക്കുക, കേരളം എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക്, ഒരു വ്യാപാരിക്ക് കേരളത്തിന്റെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ചരക്ക് നീക്കം ചെയ്യണം. ഏതൊക്കെ ജില്ലകൾ അദ്ദേഹം ക്രോസ് ചെയ്യുന്നു ആ ജില്ലകളിലൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കും. ഇത്രയും ജില്ലകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തു വരുമ്പോഴേക്കും വളരെ വലിയ നഷ്ടമായിരിക്കും വ്യാപാരികൾക്ക് സംഭവിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള എല്ലാവിധ കസ്റ്റംസ് ഡ്യൂട്ടിയും ഒഴിവാക്കും. പകരം സെൻട്രലൈസ്ഡ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ എല്ലാ ജില്ലകളിലും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് കേരള ഗവൺമെന്റ് ടാക്സ് കൊടുത്താൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചരക്ക് കൊടുക്കാം. അതുപോലെ ഫ്രാൻസിലെ ഇന്റേണൽ ആയിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി നിരോധിച്ചിട്ടുണ്ട്. പകരം സെൻട്രലൈസ്ഡ് കേന്ദ്ര ഗവൺമെന്റിന്, ഫ്രഞ്ച് ഗവൺമെന്റിന് ടാക്സ് കൊടുത്തിരുന്നാൽ പിന്നെ ഫ്രാൻസിൽ എവിടെ വേണമെങ്കിലും വ്യാപാരികൾക്ക് പോയി കച്ചവടം ചെയ്യാം. അങ്ങനെ ഒരു സ്ഥിതി അവിടെ.
ഇതൊക്കെയാണ് അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ മൂലം ഫ്രാൻസിലുണ്ടായ മാറ്റം. ഒന്നാമതെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം കിങ് ടു കോമൺ മാൻ. അധികാരം രാജാവിൽ നിന്ന് കോമൺ മാനിലേക്ക്, അതായത് മൊണാർക്കി മാറി ഡെമോക്രസി. രണ്ടാമത്തേത് അബോളിഷ്ഡ് എസ്റ്റേറ്റ്സ്. അതുവരെ ഫ്രാൻസിലുണ്ടായിരുന്ന 3 എസ്റ്റേറ്റുകളെയും അബോളിഷ് ചെയ്തിട്ട് പകരം അവിടെ ഒരു സിറ്റിസൺഷിപ്പ് കൊണ്ടു. എല്ലാ പൗരന്മാരും ഈക്വൽ ആണ്. മൂന്നാമത്തേത് ട്രൈ കളർ ഫ്ലാഗ് ഓഫ് ഫ്രാൻസ്. രാജകീയ മുദ്ര പതിപ്പിച്ച ഫ്രാൻസിന്റെ അക്കാലത്തുണ്ടായിരുന്ന ഫ്ലാഗ് മാറ്റിയിട്ട് പകരം ഇന്ന് കാണുന്നത് പോലുള്ള ട്രൈ കളർ ഫ്ലാഗ് അവിടെ. നാലാമത്തേതാണ് അടുത്ത് പറഞ്ഞ അബോളിഷ് ഇന്റേണൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഫ്രാൻസിലെ ഇന്റേണൽ ആയി ഉണ്ടായിരുന്ന എല്ലാ കസ്റ്റംസ് ഡ്യൂട്ടിയും അവിടെ നിരോധിച്ചു. ഇതൊക്കെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട. അങ്ങനെ ഫ്രഞ്ച് റവല്യൂഷൻ വളരെ സക്സസ്ഫുൾ ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഫ്രാൻസിലെ പട്ടാളക്കാർക്കൊരു ബോധം വരുന്നത്. ഫ്രാൻസിൽ മാത്രമല്ല, യൂറോപ്പിന്റെ ബാക്കിയുള്ള രാജ്യങ്ങളിലും ജനങ്ങൾ താമസിക്കുന്നു. ആ ജനങ്ങൾ മൊണാർക്കിയുടെ കീഴിൽ അടിമകളെ പോലെ കഴിയുന്നു. അവരെ കൂടി മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് കൊണ്ടുവരേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് അവർ ചിന്തിക്കുകയും ഫ്രാൻസിന്റെ അയൽ രാജ്യങ്ങളായ ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ പറഞ്ഞ ഫ്രാൻസിന്റെ പട്ടാളക്കാര് പോവുകയാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റലി, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലേക്ക് ആളുകൾ, അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു ഫ്രാൻസിൽ സംഭവിച്ചതുപോലെ റവല്യൂഷൻ തങ്ങളുടെ രാജ്യത്തും സംഭവിക്കണമെന്ന്, തങ്ങൾക്കും മൊണാർക്കിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് മാറണം. ആ ഒരു വിചാരമുള്ളത് കൊണ്ട് ഈ രാജ്യങ്ങളിലേക്ക് ആളുകൾ ഫ്രഞ്ച് സൈന്യത്തെ വരവേൽക്കുകയാണ് ചെയ്തത്. രാജകീയ വരവേൽപ്പാണ് ഫ്രഞ്ച് ആർമിക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിൽ. തങ്ങളും ഫ്രാൻസിനെ പോലെ ഡെമോക്രസിയാകും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ആളുകൾ ഫ്രഞ്ച് സൈന്യത്തെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചതും അവിടെ എല്ലാവിധ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് നെപ്പോളിയൻ. എല്ലാവരും തന്നെ നെപ്പോളിയനെ കുറിച്ച് 1799 ഫ്രാൻസിന്റെ അധികാരത്തിലെത്തിയ വ്യക്തിയാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണത്തിൽ. 1789 ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണകർത്താവായി. നെപ്പോളിയന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഫ്രാൻസിലുണ്ടായി. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ സിവിൽ കോഡ് ഓഫ് 1804. 1804 നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ സിവിൽ കോഡ്, നെപ്പോളിയൻസ് കോഡ് എന്നും അത് അറിയപ്പെടുന്നു. ഇവിടെ ഫ്രാൻസിൽ അന്നേ വരെ വ്യത്യസ്തമായ 3 സ്റ്റേറ്റുകൾക്കും 3 നിയമങ്ങളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് എല്ലാ പൗരന്മാരെയും ഒരൊറ്റ യൂണിഫോം കോഡിന് മുമ്പിൽ നെപ്പോളിയൻ കൊണ്ടുവന്നു. ആ നിയമത്തിന് മുന്നിൽ മതമെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു വേർതിരിവും, എല്ലാവരും ഒരുപോലെ. രണ്ടാമത്തേതാണ് ഡെമോക്രസി ഇല്ലാതെ. ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൊണാർക്കിയിൽ നിന്നും ഡെമോക്രസി വന്നു എന്നുള്ളതാണ്. രാജവാഴ്ച അവസാനിച്ച് ജനാധിപത്യം വന്നു. എന്നാൽ നെപ്പോളിയൻ നേരെ തിരിച്ചു. നെപ്പോളിയൻ വീണ്ടും ഡെമോക്രസി ഇല്ലാണ്ടാക്കിയിട്ട് പകരം മൊണാർക്കി വന്നു. നെപ്പോളിയൻ സ്വയം അദ്ദേഹത്തെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ ഡെമോക്രസി ഇല്ലാതാവുകയും മൊണാർക്കി വരികയും ചെയ്യും. മൂന്നാമത്തെ മാറ്റമാണ് എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി. അന്നേ വരെ സാധാരണക്കാർ
ഭൂമി കൈവശം വെക്കാനുള്ള അവകാശമില്ല. ഭൂമി കൈവശം വെക്കാനുള്ള അവകാശം സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള ആൾക്ക് മാത്രമേ ഉള്ളൂ. നെപ്പോളിയൻ അത് മാറ്റിയിട്ട് എല്ലാവർക്കും സ്വന്തമായി ഭൂമി കൈവശം വെക്കാനുള്ള അധികാരം അവിടെ കൊണ്ടുവന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി. നാലാമത്തെയാണ് അന്ന് വരെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഫ്യൂഡൽ അഥവാ ജന്മി സമ്പ്രദായം. അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് പൂർണ്ണമായും അബോളിഷ് ചെയ്തു. അടുത്തൊന്നാണ് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഗതാഗതം, വാർത്താവിനിമയം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നെപ്പോളിയൻ ഫ്രാൻസിൽ ചെയ്തു. ഫ്രാൻസുകാർക്ക് നെപ്പോളിയൻ ഡെമോക്രസി മാറ്റി മൊണാർക്കി കൊണ്ടുവന്നെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ ഒരു ഉദ്ദേശവും വെക്കവുമില്ല. മറിച്ച് എല്ലാവർക്കും സ്നേഹം തന്നെ. എന്നാൽ ഇവിടെ നേരത്തെ കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. പോളണ്ട്, ഇറ്റലി, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലേക്ക് അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഫ്രഞ്ച് ആർമി ഓൾറെഡി അവിടെയുണ്ട്. എന്നാൽ നെപ്പോളിയൻ ഫ്രാൻസുകാരോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെയല്ല ബാക്കിയുള്ള രാജ്യക്കാരോട്. ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു സിറ്റുവേഷനാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നെപ്പോളിയനോട് വിദ്വേഷം തോന്നാനുള്ള പ്രധാനപ്പെട്ട. ഫ്രഞ്ച് റവല്യൂഷനിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ പൂർണ്ണമാകുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്നുണ്ട്. ഡെമോക്രസി മാറ്റി അവിടെ മൊണാർക്കി കൊണ്ടുവന്നു എന്ന കാര്യം ചോദിച്ചാൽ നെപ്പോളിയൻ ഫ്രാൻസിൽ ചെയ്തത് വളരെ നല്ല കാര്യമാണ്.